ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന രീതിയിലല്ല ഇത് ചെയ്യുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റും അപാര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇനി ബീഫ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പു, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീഫിൻ്റെ ഒരു പീസാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് മൂക്കുന്ന നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വയന്ന് ഇതുപോലെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഞാൻ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എല്ലും നെയ്യൊക്കെ ഉള്ള പീസസാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ നെയ്യ് വേണ്ട, നെയ്യിൻ്റെ ഒരു പീസ് ഉണ്ടായും ചെയ്തോട്ടെ കേട്ടോ. ബിരിയാണി വെക്കുമ്പോൾ ഇറച്ചിയിൽ നെയ്യ് ഉണ്ടാവാഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നെയ്യ് കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മിതമായ രീതിയിൽ ഏകദേശം 1 പീസ് നെയ്യിൻ്റെ 1 പീസ് ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇതിലിട്ട് വേവിക്കുമ്പോഴാണ് നമുക്ക് ബീഫിൽ ഇതിൽ നിന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഒരു 90% വേവണം കേട്ടോ. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ നെയ്യാണ്. ഈ നെയ്യ് എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ. ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഗീ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടാണ് നേർമയായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് ഇവിടെ ബീഫ് വേവുന്നുണ്ട് കേട്ടോ ഈ ഒരു അടുപ്പത്ത്. അപ്പോൾ എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് ഞാൻ 2 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കിയിടാം. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് വറുത്തിട്ട് കോരാം. കിസ്മിസ് ചേർക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് തന്നെ വറുത്തിട്ട് കോരട്ടോ. അണ്ടിപ്പരിപ്പ് വറുത്ത് അതേ എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് കിസ്മിസും കൂടി വറുത്തിട്ട് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഒരു 4 മിനിറ്റ് വഴറ്റിയപ്പോഴേക്കും ഈ സവാള ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റാം. കാരണം നമുക്ക് ഇതിലോട്ട് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമ്മൾ ഗീ റൈസ് തയ്യാറാക്കിയിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും സവാള വഴറ്റുന്ന സമയത്ത് ഞാൻ ആ റൈസിലോട്ടിലുള്ള സവാള ഒരുമിച്ച് വഴറ്റിയതായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു സവാളയുടെ അളവ് എടുത്തിട്ട് നമുക്ക് ആ ഒരു പാനിലോട്ട് ഗീ റൈസ് തയ്യാറാക്കുന്നതിലോട്ട് മാറ്റാം. ബാക്കി ഉള്ളതിലോട്ട് ഞാനിതിലോട്ട് 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാം. അപ്പോൾ ഗീ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സവാള വയറ്റിൽ നിന്ന് കുറച്ച് ഈ പാനിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് കുറച്ച് ഓയിലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ ആ കടായിൽ അതിന് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സവാളയും ഈ ഓയിലും കൂടി നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക, 2 ഗ്രാമ്പു, ചെറിയ പീസ് പട്ട, അതുപോലെ തന്നെ ബേ ലീഫിൻ്റെ ഒരു പീസ്,
ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി നല്ലൊരു സ്മെല്ലൊക്കെ വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു മസാല എന്തായിന്ന് നോക്കാം. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്ര പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബീഫ് മസാല ഉണ്ടെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചതും മല്ലിപ്പൊടിയും കൂടി ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിന് ഒരു 1/4 ടീസ്പൂണോളം ബീഫ് മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ മസാലയുടെ പച്ചമണന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 4 തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തതാണ്. ഇനി ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഈ സമയത്തും കൂടി ചേർത്ത് കൊടുത്താൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഈ സമയത്ത് നമ്മുടെ സവാള നല്ലപോലെ ഒന്നും കൂടി ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. നമ്മൾ റൈസിന് വേണ്ടിയിട്ട് സവാള കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത്. അപ്പോൾ അത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു മസാല തയ്യാറാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അളന്ന് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഏകദേശം ഒരു 5.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. സാധാരണ 6 കപ്പാണ് വേണ്ടത്. ഒരു 1/4 കപ്പ് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 5.25 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് അടച്ച് വെക്കാം. ഇപ്പം പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്, തിളച്ച വെള്ളമൊന്നുമില്ല. അളന്ന് വെച്ചതായിരുന്നു വെള്ളം. അപ്പോൾ നമ്മൾ അരി കഴുകുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് 1/4 കപ്പ് കുറവാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മസാല ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി നല്ലപോലെ കഴുകിയിട്ട് ഞാൻ ഇവിടെ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് പ്രഷറൊക്കെ പോയിട്ട് കുക്കർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ലേശം വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇപ്പോൾ വറ്റിച്ചെടുക്കൊന്നും വേണ്ട. നമുക്ക് മസാലയിലോട്ട് ഇട്ടിട്ട് അതിൽ തന്നെ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുക്കറിലുള്ള ഇറച്ചിയും വെള്ളം കൂടി ഒന്നിച്ച് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനിൽ ഈ മസാലയിൽ ഇട്ടിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാതെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, അടച്ച് വെക്കണ്ട. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ തക്കാളി പീസൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരികയും ചെയ്യും. നല്ലൊരു ടേസ്റ്റ് കിട്ടും ചെയ്യും കേട്ടോ. ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ആ വെള്ളം അങ്ങനെ വറ്റി വരുന്ന സമയത്ത് ഇറച്ചിയിലോട്ടൊക്കെ നല്ലപോലെ മസാല പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ റൈസ് വേവിക്കാൻ വെച്ച വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കഴുകി വാരി വെച്ച അരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ച അരിയും കൂടി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. പാൻ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിള വരുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് ദം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നല്ലപോലെ റൈസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാല എന്തായിന്ന് നോക്കാം. മസാലയിൽ നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫുള്ളായിട്ട് വറ്റണമെന്നൊന്നുമില്ല, ബാക്കി നമുക്ക് ദമ്മിൽ കിടന്നിട്ട് വറ്റിക്കോളും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച റൈസ് മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാധാരണ ബിരിയാണി ദം ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ പുതിനയില മല്ലിയില കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം. പുതിനയില കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി കേട്ടോ. മല്ലിയിലയാണ് കൂടുതൽ വേണ്ടത്. അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, സവാള, അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്ത ആ ഓയിൽ ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമുക്ക് ഈ ഇതിനൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതിലേറെ ടേസ്റ്റാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.